സ്ക്രീനിൽ കണ്ടതുപോലെ വിറങ്ങലിച്ചിരിക്കുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 100 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. ഏറ്റവും പുതിയ വിവരം 128 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. 200 അംഗ സൈനിക സംഘവും ഏഴിമല നാവികസേനാ സംഘവും സ്ഥലത്തുണ്ട്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചു. ദുരന്തമുഖത്ത് കുടുങ്ങിയവരെ റോപ്പ് ഉപയോഗിച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മറുകരയിൽ എത്തിക്കുകയാണ്. അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, രാത്രി ദൃശ്യങ്ങളോടൊപ്പം അമൽ എന്തൊക്കെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയും? വലിയ ആശങ്കയുണ്ട്. ഈ രാത്രി കോടമഞ്ഞും വലിയ മഴയും ഒക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രാത്രി കനക്കുമ്പോൾ എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നത്? എന്താണ് വയനാടിന്റെ ചിത്രം ഇപ്പോൾ? വിജയ്, തീർച്ചയായും വലിയ ആശങ്കയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലവിലെ മരണസംഖ്യ 128ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം ഫിജി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വെല്ലുവിളിയായി അവിടെയുള്ളത് കാലാവസ്ഥ തന്നെയാണ്. കാരണം നിലവിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇരുട്ടിനെ തരണം ചെയ്തുകൊണ്ട് വേണം അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെയും നടത്താൻ. ഒപ്പം തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഇത് വലിയൊരു പ്രതിസന്ധിയായി മാറുവാൻ വേണ്ടി സാധിക്കും. ഒപ്പം തന്നെ ഇനിയും ഉരുൾപൊട്ടലിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിനാൽ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അതായത് മുണ്ടക്കൈ ഭാഗത്ത് നിരവധി പേരായിരുന്നു കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നത്. ഇവരെ സുരക്ഷിതമായ ചൂരൽമല ഭാഗത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്നും ഇവിടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന രീതിയിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ താൽക്കാലികമായി ഉണ്ടായ, അതായത് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് താൽക്കാലികമായി ഉണ്ടായ പാലം ഈ ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു. അതിനുശേഷം അതായത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ആദ്യം റോപ്പ് ഉപയോഗിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നത്. പിന്നീട് സേനയുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിക്കിടന്ന നിരവധി പേര്, അതായത് ഏകദേശം പൂർണ്ണമായും ആൾക്കാരെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ഇപ്പോഴും ചിലർ അവിടെ ഉണ്ടെങ്കിലും അവർ അവിടെ സുരക്ഷിതമായി നിൽക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഇവരെ അവിടെ നിന്നും സുരക്ഷിതമായി മറുഭാഗത്തേക്ക് എത്തിക്കാൻ ഉണ്ടായ സേനയുടെ ഭാഗമായുള്ളവർ കൂടി മാത്രമാണ് നിലവിൽ ഈ മുണ്ടക്കൈ ഭാഗത്ത് നിലവിലുള്ളത്. അല്പസമയത്തിനകം ഇവരെയും കൂടി അവിടെ നിന്നും ഒഴിപ്പിക്കും എന്ന രീതിയിലുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹങ്ങളിൽ 55 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായും നിലവിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ സമീപത്ത് ഉള്ള പള്ളികൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കിയായിരുന്നു അവിടെ പരിക്കേറ്റവർക്കുള്ള ശുശ്രൂഷകൾ അടക്കം നടന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ചെറിയ കുട്ടികളെ അടക്കം കാണാതായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അടക്കം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഫ്രീസറിൻ്റെ ലഭ്യതയില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അതായത് മൃതദേഹങ്ങളിൽ 45ഓളം മൃതദേഹങ്ങൾ മാത്രമേ നിലവിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഈ മൃതദേഹങ്ങളൊക്കെ തന്നെയും സൂക്ഷിക്കാനുള്ള ഫ്രീസറുകൾ സംഭവസ്ഥലത്തില്ല എന്നത് വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു വലിയ ഒരു ടൗൺ ഇല്ലാതായത്. അവിടെ ഏതാനും വീടുകൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നിരവധി പേരായിരുന്നു, അതായത് 128ഓളം പേരായിരുന്നു മരണപ്പെട്ടത്. നിരവധി പേർക്കായിരുന്നു ഇതിൽ സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും വളരെ പെട്ടെന്നുണ്ടായ ഒരു രക്ഷാപ്രവർത്തനം എന്നതും കൂടിയും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എല്ലാ വിഭാഗത്തെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സേനകളും സംഭവസ്ഥലത്തെത്തുകയും അവരുടെ നേതൃത്വത്തിൽ, അധികൃതരുടെ അടക്കം നേതൃത്വത്തിൽ വലിയ അതായത് വളരെ പെട്ടെന്ന് വളരെ വേഗതയോടുകൂടി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതായിരുന്നു കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. NDRFൻ്റെയും ഒപ്പം തന്നെ കരസേനയുടെയും നാവികസേനയുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി പേരെ ഇപ്പോൾ സുരക്ഷിതമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടില്ല. നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ ചെറിയ വെല്ലുവിളികൾ ഒക്കെ ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഫിജി.
ശരി, അമലിലേക്ക് ഞാൻ തിരികെ എത്താം. പ്രേക്ഷകർക്ക് ഒരു വശത്ത് കാണാം രക്ഷാപ്രവർത്തനം രാത്രിയിലും പുരോഗമിക്കുന്നതിന്റെ ദൃശ്യം. മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ അവിടെ സന്നദ്ധമായി നിൽക്കുന്നു, അവിടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈന്യവും നാട്ടുകാരും ഒക്കെ അവിടെ സഹകരിക്കുന്നുണ്ട്. പുഴയ്ക്ക് ആ മറുകരയിലുള്ളവരെ ഇപ്പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. ആ പ്രവൃത്തിയാണ്. അവിടെ താൽക്കാലിക വെളിച്ചം സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നത് കാണാം ദൃശ്യങ്ങളിൽ. മറുവശത്തെ വിൻഡോയിലേക്ക് നോക്കുക, ഒരു ആകാശ ദൃശ്യം. ഈ ദുരന്ത ഭൂമി വയനാട് എന്ന ആ മനോഹരമായ പ്രദേശം അത് എങ്ങനെ ഒരു ദുരന്ത ഭൂമിയായി മാറി എന്നുള്ള ദൃശ്യം, ആകാശ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. അതിൻ്റെ മുക്കും മൂലയുമെല്ലാം ഒലിച്ചുപോയി. ഏതാനും വീടുകൾ രക്ഷപ്പെട്ടു ഇല്ല എന്നുള്ള മട്ടിലിരിക്കുന്നു. അതിനെയൊക്കെ ആ മലവെള്ളം ശക്തമായി ആഘാതമേൽപ്പിച്ചിട്ടുണ്ട്. ആ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും ഒക്കെ കാര്യം ഇനിയും എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യവും നിലനിൽക്കുന്നു. ഈ വെള്ളമൊഴുകിപ്പോയ പ്രദേശത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നുവോ അതൊന്നും ഇപ്പോൾ ഇല്ല. അവിടെ കുടുംബങ്ങളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു, കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു, അതുപോലെ റോഡുണ്ടായിരുന്നു, പുഴയുണ്ടായിരുന്നു. ഇതെല്ലാം അതിൻ്റെ സ്വാഭാവിക രീതി തന്നെ തകിടം മറിച്ച വലിയൊരു ദുരന്തം വയനാട്ടിൽ ഉണ്ടായി. ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ കേരളം കണ്ടിട്ടില്ല എന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രയധികം മരണം ഉണ്ടായിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ സജീവമായി സൈന്യം അവരുടെ അടുക്കും ചിട്ടിയോടും കൂടി തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒരു വശത്ത് കാണാം. വേണ്ട അവശ്യ വസ്തുക്കൾ ഒരുക്കുന്നു, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അവരുടെ സജ്ജീകരണങ്ങളിൽ അവർ കോപ്പുകൂട്ടുന്നതായി കാണാം. ഒരു വശത്ത് വിമാനവും ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററും എല്ലാം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം. മറുവശത്ത് കാണാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏരിയൽ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു പ്രദേശമാകെ തകിടം മറിച്ച് അവിടുത്തെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് എന്ന്, അവരുടെ ചങ്കിടിപ്പ് എന്താണ്, ആ ഏരിയൽ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുക. അതിലേക്ക് നോക്കൂ. ഒരു പക്ഷേ ആ പുഴ ഒഴുകുന്ന വഴിയെ ഒന്നുമല്ല ആ പുഴ ഇപ്പോൾ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു. അത് ഏത് പ്രദേശമാണ് എന്ന് പോലും നമുക്ക് വ്യക്തമായി പറയാൻ കഴിയാത്ത വിധം ആ പ്രദേശത്തെ ഒന്നടങ്കം ഈ പുഴ, ഈ ഒരു ഉരുൾപൊട്ടൽ നശിപ്പിച്ചു എന്ന് വേണം കരുതാൻ. ചെറിയ തോടുകളൊക്കെ വലിയ ചാലുകളായി, പുഴകളായി, വലിയ ജല ആശയം പോലെ അത് കല്ലും മണ്ണും വലിയ പാറക്കല്ലുകളും അതുപോലെ മരങ്ങളും മരക്കുറ്റികളുമെല്ലാം തകിടം മറിഞ്ഞ് ജീവനുകൾക്ക് മുകളിലൂടെ അത് കടന്നുപോയി. അവരെയൊക്കെ ജീവനെടുത്ത് അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ഛിന്ന ഭിന്നമാക്കി കടന്നുപോയ വലിയൊരു ദുരന്തം. അത് നമുക്ക് എത്ര പറഞ്ഞാലും അതിൻ്റെ തീവ്രത എന്തുമാത്രമെന്ന് ആ വയനാടൻ ജനത അനുഭവിക്കുന്നവർക്കേ അത് വ്യക്തമാകൂ. എത്രമാത്രം പേർ അനാഥരായിട്ടുണ്ടാകാം, എത്രമാത്രം പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, സ്വന്തക്കാരെ, ഇഷ്ടക്കാരെ, കുടുംബങ്ങളെ, സുഹൃത്തുക്കളെ. അത്തരത്തിൽ വിവരിക്കാനാവാത്ത കാഴ്ച, അത്യന്തം വേദനാജനകമായ കാര്യങ്ങൾ. റിയാസ് ഉണ്ട്. റിയാസ് പറഞ്ഞോളൂ, തുടർന്നോളൂ. ഫിജി, ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം രാത്രിയിലും വളരെ സജീവമായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. 150 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് സൈന്യം പറയുന്നത്. ഇനിയും ആളുകളെ രക്ഷപ്പെടുത്താനുണ്ട്. അപ്പോഴും ഈ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുമ്പോഴും സൈന്യം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ വ്യോമസേനയും ഒപ്പം തന്നെ കരസേനയും സംയുക്തമായിട്ടുള്ള ഒരു രക്ഷാ ദൗത്യം അവിടെ നടക്കുന്നത്. താൽക്കാലിക പാലങ്ങൾ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൗത്യം. ആ താൽക്കാലിക പാലത്തിലൂടെ ആളുകളെ കടത്തിവിടുന്നു. നേരത്തെ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് വ്യോമസേനയുടെ നേതൃത്വത്തിൽ അതും കാര്യക്ഷമമായി നടപ്പാക്കുന്നു. പൂർണ്ണമായും ദുരന്തം നക്കിത്തുടച്ചു പോയ ഒരു ഭൂമി, ആ ഭൂമിയിൽ എത്രയോ മനുഷ്യർ അതിനകത്ത് അകപ്പെടുന്ന ഒരു സാഹചര്യം, അവരുടെ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള ഒരു പരിശ്രമം, ഗ്രീൻ വാലി റിസോർട്ടിലടക്കമുള്ള ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഊർജിതമായ ശ്രമം അവിടെ നടക്കുന്നു. രക്ഷാകരങ്ങളായി ഇന്ത്യൻ സൈന്യമെത്തി ആ രക്ഷാകരങ്ങളിൽ പുണർന്നുകൊണ്ട് ആളുകൾ ജീവിതത്തിലേക്ക് നടന്നു കയറുന്ന ഒരു കാഴ്ച കൂടി ഈ വയനാട് നമ്മൾ കാണുന്നു. വയനാടിന്റെ മണ്ണിൽ നമ്മൾ കാണുകയാണ്. ഇവിടങ്ങളിൽ ഈ ചൂരമലയിൽ, അട്ടമലയിൽ ഒക്കെയും നമ്മൾ കാണുന്ന കാഴ്ചകൾ അതാണ്. ഇപ്പോൾ അവിടേക്ക് കേന്ദ്രമന്ത്രിയായിട്ടുള്ള
ജോർജ് കുര്യൻ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വയനാട്ടിലേക്ക് എത്തും. അദ്ദേഹം കോഴിക്കോട് നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം കോഴിക്കോട് നിന്ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് എത്തിയപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകാനും അതിന്റെ ഏകോപനത്തിനുമായി നേവിയുടെ INS അമോറിയൻ കപ്പൽ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. രക്ഷാപ്രവർത്തനത്തിന് പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നു. 24 മണിക്കൂറും അതിന് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം PMO ഓഫീസിൽ ഒപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൽ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടാണ് രക്ഷാദൌത്യം വഹിക്കുന്ന സംഘങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. NDRFന്റെ 3 സംഘങ്ങൾ കൂടി വയനാട്ടിലേക്ക് വരുന്നുണ്ട്. സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡ് നാളെ എത്തും. ഒപ്പം തന്നെ കൂടുതൽ സമാന്തര പാലങ്ങൾ നിർമ്മിക്കാൻ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം എത്തുന്നു. നാളെയോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാകുമെന്നും മന്ത്രി പറയുന്നു. മന്ത്രി വയനാട്ടിലെത്തിയാൽ അദ്ദേഹമായിരിക്കും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വയനാട്ടിലേക്ക് പോകുന്നത്. മറ്റ് കാര്യങ്ങളിൽ NDRF, ആർമി, പോലീസ്, ഫയർ സർവീസ് തുടങ്ങി 300-ലധികം അംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുക്കും എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 250-ലധികം അംഗങ്ങൾ ഈ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർമിയുടെ 2 കോപ്റ്റർ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ നിൽക്കുന്നു. കേരളത്തിന് ആവശ്യമെങ്കിൽ ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് കേന്ദ്രവും വ്യക്തമാക്കുന്നു. അങ്ങനെ കേന്ദ്ര കേരള സർക്കാരുകൾ സംയുക്തമായി കൊണ്ടുള്ള ഒരു രക്ഷാദൌത്യം അവിടെ പുരോഗമിക്കുകയാണ്. എന്തായാലും പ്രതീക്ഷയുണ്ട് ആളുകൾക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകും, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വരാനാകും എന്ന പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ അധികൃതർ ചില അറിയിപ്പുകളും നൽകുന്നുണ്ട്. അതുകൂടി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. വയനാട് ജില്ലയിലെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം എത്തിക്കുന്നതിന് തടസ്സം നേരിടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പെട്രോൾ പമ്പുകളിൽ മതിയായ ഇന്ധനം സൂക്ഷിക്കണമെന്ന് ജില്ലാ കളക്ടർ പമ്പുടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മലപ്പുറം ജില്ലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുക മേപ്പാടി ആശുപത്രിയിലേക്കായിരിക്കും. അതിനായി മലപ്പുറം ജില്ലയിൽ നിന്നും ആ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി വയനാട് മേപ്പാടിയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കും. നടപടികൾ ത്വരിതപ്പെടുത്താൻ തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഡോക്ടർമാരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പുതിയ വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമായി നടക്കുകയാണ്. ഫിജി. റിയാസ്, നമുക്കറിയാം ഇപ്പോൾ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയൊരു മണ്ണിടിച്ചിൽ ദുരന്തം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ പറയാം. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു ദുരന്തം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി ജീവനുകൾ കവരുന്ന ഒരു പ്രദേശം തന്നെ ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രകൃതി ദുരന്തം നമ്മുടെ സൈന്യം അതീവ കരുതലോടെ അവർ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനം കൂടുതൽ മുന്നറിയിപ്പുകൾ നൽകുന്നു. വയനാടിനെ സംബന്ധിച്ച് നമുക്ക് എന്തൊരു മനോഹരമായ പ്രദേശം, എന്തൊരു മനോഹരമായ ജില്ലയാണ് വയനാട്. വിനോദസഞ്ചാരികളും അല്ലെങ്കിൽ മറ്റ് കൃഷികളും മലമടക്കുകളും അങ്ങനെ അത്തരത്തിൽ ഒരു പ്രദേശമാകെ ഇല്ലാതാക്കുന്ന ഈ ദുരന്തം ഒരുപക്ഷെ ഈ വയനാടൻ ജനത ഇന്നും വരുന്ന ദിവസങ്ങളൊക്കെ അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. എന്താ സംഭവിക്കുക എന്ന് വരുന്ന നിമിഷത്തിൽ അറിയാൻ കഴിയില്ല. കാരണം ഈ വെള്ളപ്പാച്ചിൽ എപ്പോഴുണ്ടാകും, മഴ ശക്തമാകുമോ എന്നുള്ള ആശങ്ക. എത്രമാത്രം ആ ജനത ഭീതിയിലാണ് റിയാസ്? വലിയ ആശങ്കയിലാണ് വയനാടൻ ജനത ഈ രാവ് ഉറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്നലെ വലിയ പ്രതീക്ഷകളോടുകൂടി കിടന്നുറങ്ങിയവർ ഇന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർക്ക് മുൻപിലുണ്ട്. പരിസ്ഥിതി ലോല പ്രദേശമാണ് വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളും. അവിടെയുള്ള അനധികൃതമായ നിർമ്മാണങ്ങൾ ഉൾപ്പെടെ ഈ ദുരന്തത്തിന് വഴിയൊരുക്കിയതൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ പ്രാമുഖ്യം രക്ഷാപ്രവർത്തനത്തിനാണ്. അത് രാത്രിയിലും തുടരുന്നു. അതിന്റെ സാധ്യതകൾ, രാത്രികാലങ്ങളിലും രക്ഷാപ്രവർത്തനം തുടരാൻ പറ്റുമോ എന്ന സാധ്യതകൾ വയനാട്ടിൽ എത്തിയ ഉടൻ ആരായുമെന്ന് കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരുന്നതിലേക്കുള്ള ഒരു അങ്ങനെ തുടരട്ടെ, അതിന് കഴിയട്ടെ സൈന്യത്തിൽ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വയനാട്ടിൽ നിന്ന് നമ്മുടെ പ്രതിനിധി പ്രജീഷ് ചേരുന്നു. പ്രജീഷ്, രാത്രിയാണ്, ഇരുട്ടാണ്, കനത്ത ഇരുട്ടിൽ മഞ്ഞ്, കോടമഞ്ഞ്, അത്തരം കാലാവസ്ഥകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ ഈ രക്ഷാദൗത്യത്തിന്?
സിജി, ഇപ്പോൾ നമുക്ക് കാലാവസ്ഥകളെല്ലാം അനുകൂലമായി തന്നെയുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സും മറ്റ് രക്ഷാ അംഗങ്ങളെല്ലാം ചേർന്ന് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നിലവിൽ ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് നിലവിലൊരു ആശ്വാസമേകിയിരിക്കുന്നത് മറുകരയിൽ കുടുങ്ങിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ ഇപ്പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അവരെ നമ്മൾ ഇപ്പോൾ നമ്മൾ അവർക്ക് വൈദ്യസഹായം വേണ്ട ആളുകളെ അങ്ങനെയും അല്ലാതെ ക്യാമ്പിലേക്ക് മാറ്റുന്ന ആളുകളെ അങ്ങനെയും ഇപ്പം മാറ്റി പ്രാർത്ഥിച്ചു. അതാണ് നമുക്കിപ്പോൾ ഒരു നമുക്ക് ആശ്വാസമായി നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം. എത്ര പേരുണ്ടാവും അവർ ഏകദേശം? നമുക്ക് ഇപ്പൊ കൃത്യമായ ഒരു കണക്ക് 100 മേലെ ആളുകളെയാണ് നമ്മളിപ്പോ ഏകദേശം ഇങ്ങോട്ട് കടത്തിയിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ അറ്റ് പ്രസന്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 18 മൃതദേഹങ്ങൾ അപ്പുറത്തുണ്ട്. ആ മൃതദേഹങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ രക്ഷാപ്രവർത്തനം നിർത്തുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളോട് അറിയിച്ച ഒരു കാര്യമാണ്. കാരണം നിലവിൽ ഇപ്പോൾ കേരള ഫയർഫോഴ്സ് വളരെ 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 കാര്യക്ഷമമായിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ റോപ്പ് വഴിയും പാലം വഴിയാണ് അവർ ഇങ്ങോട്ട് ആളുകളെയും ഒക്കെ മറ്റും എല്ലാ ആളുകളെയും ഇങ്ങോട്ട് ഇക്കരയ്ക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിലവിൽ എല്ലാ ആളുകളെയും എത്തിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമ്മൾ അറിയിച്ചത് ഇപ്പം നിലവിൽ എല്ലാവരെയും ഇങ്ങോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ്. അത് നമുക്ക് വളരെ ആശ്വാസമേകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇപ്പം ഇനി 18 മൃതദേഹങ്ങൾ കൂടിയുണ്ട്. ആ മൃതദേഹങ്ങൾ ഇക്കരയ്ക്ക് എത്തിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായി ഇന്നത്തെ അത് നിർത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി അതിന് വല്ല മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. ഇപ്പോൾ എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ 18 മൃതദേഹങ്ങൾ ഇങ്ങോട്ട് ഇക്കരയ്ക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആണ്. ഇപ്പോൾ നമുക്ക് വൈദ്യസഹായം ആവേണ്ട ആളുകളെ ഹെലികോപ്റ്ററിലെല്ലാം അതാത് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ അതാണ്. പ്രതീക്ഷ, ഈ നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. എനിക്ക് എങ്ങനെ അത് പറയണം എന്നറിയില്ല. കൃത്യമായി ദൃശ്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. പല പ്രദേശങ്ങളും ഒലിച്ചുപോയി. അവിടെയൊന്നും നേരത്തെ ഉണ്ടായിരുന്ന പുഴകളോ മരങ്ങളോ അല്ലെങ്കിൽ വീടുകളോ സ്ഥാപനങ്ങളോ കൃഷിയിടങ്ങളോ തൊഴിലിടങ്ങളോ ഒന്നുമില്ലാത്ത സാഹചര്യം. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ഇത് ഒരിക്കലും പുനർനിർമ്മിക്കുക സാധ്യമല്ല. മനുഷ്യ കരങ്ങൾക്ക് അസാധ്യമായ കാര്യമാണിത്. ഇതിനിടയിൽ എന്തെങ്കിലും തെരച്ചിൽ അതൊക്കെ വൈകിയാണെങ്കിലും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലാണെങ്കിലും അതൊക്കെ സാധ്യമാണോ? ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ അവിടെ നേരിട്ട് ഇടപെട്ട് ഇറങ്ങിച്ചെന്ന് ഒന്ന് തിരച്ചിൽ നടത്താനോ ഒരുപക്ഷെ ജീവന്റെ തുടിപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനോ, ജീവനറ്റ ശരീരമാണെങ്കിൽ അങ്ങനെ കണ്ടെത്താനോ അതിനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമോ? അതിനുള്ള ശ്രമങ്ങൾ എന്തായാലും നടത്തും എന്നാണ്. ഇനി കൂടുതൽ സേനകൾ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. സിജി ചോദിച്ചത് വളരെ ആശങ്കകരമായുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഇനിയുള്ള ആ പ്രദേശത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എങ്ങനെ എന്നുള്ള ചോദ്യം നമ്മളത് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നമ്മൾ നിലകൊള്ളുകയാണ്. കാരണം ഒരു പ്രദേശമാണ് ഇല്ലാതായിരിക്കുന്നത്. ഒരു ആജീവാനന്തം അവരുടെ ജീവിതകാലം മുഴുവനുള്ള സ്വപ്നങ്ങൾ പെയ്ത ഒരു വീട് വെക്കാൻ പോലും അവിടെ സ്ഥലമില്ല. ഇപ്പൊ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് പുതിയ കാര്യങ്ങൾ പടുത്തുയർത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു സ്ഥലമില്ല. അങ്ങനെ ഒലിച്ചുപോയ അതിഭീകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത്. ഇനി കൂടുതൽ തെരച്ചിൽ നടത്തുമ്പോൾ ഇനിയും മരണസംഖ്യ കൂടുമോ എന്നുള്ള ആശങ്കയോട് കൂടിയാണ് വയനാട്ടിലെ ഓരോ ജനങ്ങളും അതിനെ നോക്കി കാണുന്നതും. ഇപ്പൊ നിലവിൽ അങ്ങനെയുള്ള നമുക്ക് ഏകദേശം ഇപ്പോഴും നമുക്ക് കൃത്യമായ ഒരു കണക്കുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിൽ നമ്മൾ അവിടെ പ്രദേശവാസികളെ അല്ലാതെ അതിഥി തൊഴിലാളികളും അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും കണക്കുകൾ പോലും നമുക്കിപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് വരും ശരിയാണ്. പ്രതീക്ഷ എടുത്തു കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ രേഖകളിൽ പോലും ഇല്ലാത്തവരായിരിക്കും അവർ, അല്ലെ? ഈ അതിഥി തൊഴിലാളികളൊക്കെ വന്ന് എത്രമാത്രം അവിടെ കൃഷിയിടങ്ങളൊക്കെ പണിയെടുക്കുന്നുണ്ട്, സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നുണ്ട്, റിസോർട്ടുകളിലും മറ്റും പണിയെടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഒരുപക്ഷെ കണക്ക് പോലും രേഖകളിൽ പോലും തെളിയാത്ത വസ്തുതകളാണ്, അല്ലെ പ്രജീഷ്? അതെ, തീർച്ചയായിട്ടും നമ്മളത് രേഖകൾ പോലും തെളിയാത്തതാണ്. ഇനി വരും ദിവസങ്ങളിൽ ഈ ആശങ്കകളൊക്കെ ഒന്ന് സ്വല്പം അടങ്ങിയതിനു ശേഷം മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റൂ. നിരവധി റിസോർട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ് മേപ്പാടി, മുണ്ടക്കയം എന്നീ പറയുന്ന പ്രദേശങ്ങൾ. നിരവധി അതിഥി തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലമാണ്.
അതിനാൽ നമുക്ക് എത്രത്തോളമാണ് ഇതിന്റെ ഒരു വ്യാപ്തി എന്ന് ഇനിയും വരും ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിലവിലുള്ള ആശങ്കകൾ നമ്മൾ ഉച്ച വരെ കുറച്ച് മുമ്പ് നമ്മൾ സംസാരിക്കുന്നത് വരെ നമ്മുടെ ആശങ്കകൾ അക്കരെയുള്ള മുണ്ടക്കയത്ത് അക്കരെയുള്ള ആളുകളെ ഇക്കരയ്ക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ള ആശങ്കയിലായിരുന്നു എല്ലാവരും. ഇപ്പൊ അത് നമുക്ക് ഏകദേശം ഈ ഇത്രയേറെ ആശങ്കകൾ നടക്കുന്ന ഇടയിലും നമുക്ക് ഒരു ആശ്വാസമായിരിക്കുന്നത് അവിടെയൊക്കെ ഇങ്ങോട്ട് സേഫായി നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. വൈദ്യസഹായം കൊടുക്കേണ്ടവർക്ക് വൈദ്യസഹായത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, ക്യാമ്പിലേക്ക് മാറ്റേണ്ടവരെ ക്യാമ്പിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ്. ഇനിയും ഉണ്ട്. നമ്മൾ മുണ്ടക്കൈ അട്ടമല എന്ന പ്രദേശത്തൊക്കെ ഇപ്പോഴും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കുറച്ച് മുമ്പേ മിലിറ്ററി ഒരു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ വീടുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്, ഇനിയും ബാഹ്യമായി തകർന്ന വീടുകൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് 2-3 പേരെ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് എത്രത്തോളമാണ് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിന് കൂടുതലായ സ്ഥായിയായ ഒരു വിവരം നമുക്ക് നൽകാൻ കഴിയുള്ളൂ. ഇപ്പൊ ഏകദേശം ഫയർഫോഴ്സും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് കണക്കനുസരിച്ച് നമുക്ക് ആശങ്ക ഒഴിവാക്കിയത് എന്ന് വെച്ചാൽ കൂടുതൽ പേരെ 100-ൽ കൂടുതൽ ആളുകളെ ഇക്കരയ്ക്ക് എത്തിക്കാൻ സാധിച്ചു എന്നത് ആശ്വാസമാണ് നമുക്കിപ്പോ. എന്തായാലും ഈ വലിയ മഴയൊന്നും ഇല്ലല്ലേ? ഇപ്പൊ മഴ കുറവുണ്ട്. ഓക്കെ, അത് രക്ഷാപ്രവർത്തനത്തിന് സഹായമാകും ഉറപ്പാണ്. അത് മഴ കുറവുണ്ട്, പക്ഷെ നമുക്ക് മഴ പറയുമ്പോൾ കോട ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ പുത്തുമല എന്നൊക്കെ പറയുന്നത്. കോട ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് അതിന്റെ ഒരു ആശങ്കയുണ്ട്. ഇപ്പോൾ അതിന് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഫയർഫോഴ്സും മറ്റു നേവി ഉദ്യോഗസ്ഥരും എല്ലാവരും. ഓക്കെ, പ്രജീഷ് മേപ്പാടിയിലാണല്ലേ? മേപ്പാടി നിവാസിയാണ്? അല്ല, ഞാൻ മേപ്പാടി നിവാസിയല്ല. എവിടെയാണ് പ്രജീഷ് ഉള്ളത്? ഞാൻ മേപ്പാടിയിൽ നിന്നും ഒരു 10-20 കിലോമീറ്റർ ഇപ്പുറത്തുള്ളതാണ്. ഓക്കെ, അവിടെയും കാലാവസ്ഥയെല്ലാം അനുകൂലമാണ്. എനിക്കൊന്നു വയനാട് പൊതുവെ ഇപ്പോൾ വലിയ മഴയൊക്കെ നിലച്ച് അല്ലേ, മഴ മാറി നിൽക്കുന്നുണ്ട് വയനാട് ജില്ലയിൽ ഇപ്പോൾ അല്ലേ? അതെ, മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമ്മളോട് അറിയിച്ചിരിക്കുന്നത് ഇനി 48 മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ്. അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഓരോ വയനാട്ടിലെ നിവാസികളും കേരളത്തിലെ എല്ലാ നിവാസികളും. അതിനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു താൽക്കാലികം പെട്ടെന്നൊരു മഴയെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എന്തായാലും ആ പ്രദേശങ്ങൾക്ക് വളരെ ഇല്ല. തീർച്ചയായും ആ ജനതയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല. ഇനി മഴ ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാവരും സുരക്ഷിതരായി ഇരിക്കട്ടെ എന്ന് കരുതാം. പ്രജീഷ് അവിടെ റിപ്പോർട്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. റിപ്പോർട്ടിംഗ് നടക്കുന്നു, വിവരങ്ങൾ എത്തിക്കുന്നു പ്രജീഷ്, ദൃശ്യങ്ങൾ എത്തിക്കുന്നു. കേരള വിഷൻ ന്യൂസിന്റെ പ്രതിനിധിയാണ് പ്രജീഷ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും സുരക്ഷിതനായിരിക്കുക പ്രജീഷ്. ഓക്കെ, നമുക്ക് വീണ്ടും സംസാരിക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ, വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ.